ശകനിപ്പിള്ളേ, ഒരു ചൂട് ചായ എടുക്ക്. ഒരു ഭയങ്കര വാർത്ത പറയാനുണ്ട്. ഞാൻ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നു, പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വൺ ഡയലോഗ് അടിച്ച് പോയിട്ട് ഇപ്പൊ വന്നിട്ട് പറയുന്നു ഞാൻ രാജിവെക്കുന്നില്ല. ഈ സംഭവമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിഷാരടി ശ്വേതാ മേനോൻ ഓഡിയോ ലീക്ക് ആയതിനെ പറ്റി. നാട്ടുകാർക്ക് സംസാരിക്കാൻ വെറുതെ ഒരു വിഷയം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തല്ലോ. ഞാൻ ക്രൗൺ പ്ലാസയിൽ. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. ഹലോ, എന്തേ ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. അങ്ങനെയൊന്നും. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. എനിക്ക് ഒളിയും അറിയൊന്നുമില്ല. ഈനാചേട്ടൻ പറയുമ്പോലെ നേരെ വാ നേരെ പോ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. പിഷാരടി ഇത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയെടുത്താണ് പോയി പറയുന്നതെങ്കിൽ അത് കന്നന്തിരിവാണ്, തോന്നിവാസമാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ്. നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ള ശ്വേതാ മേനോൻ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുന്ന, കൈയടിച്ച് ചിരിച്ചുല്ലസിക്കുന്ന വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന സമയത്ത് തിരിപ്പേച്ചിട്ട് പല്ല് വെച്ചിട്ട് വാ. ഇല്ല, വേണ്ട വേണ്ട വേണ്ട, അരുത് മാനിഷാദ. എന്താ ക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അല്ലേ, രക്ഷോട്ടിരിക്കുക ഞാൻ. പിഷാരടി പറഞ്ഞ കാര്യം മനസ്സിലായോ? ഭാഗ്യം ഞാൻ പേസ്റ്റിനെ പറ്റി പറഞ്ഞത്. ഇനി ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? സോപ്പ് എന്ന് പറഞ്ഞ ദേഹം തേച്ച് കുളിക്കുന്ന സാധനമാണ്. അതിനെപ്പറ്റി പറഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ എന്നാണ് പിഷാരടി ചോദിക്കുന്നത്. എടാ മോനെ രമേശ, ഇതിന്റെ പേര് ഇതും ഒരു ഡബിൾ മീനിങ് സാധനമാണ്. ഡബിൾ മീനിങ് മനസ്സിലാവുന്നില്ല, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് പറയുന്ന ശ്വേതാ മേനോൻ തന്നെയാണ് ഈ കൈകൊട്ടി ഇങ്ങനെ അവിടെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? പബ്ലിക് ഷോയാണ്, ജനങ്ങളുടെ മുന്നിൽ ടി വി ഇട്ട് വീട്ടിലിരുന്ന് കാണുന്ന ഷോയാണ്. ആ ഷോയിലാണ് വന്നിരുന്നിട്ട് ഇവർ ഈ രീതിയിൽ പെരുമാറുന്നത്. അപ്പൊ പിന്നെ ഒരു ഫോണിനകത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതിനകത്ത് എന്ത് തെറ്റാണ് കാണാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീപത്മനാഭ, അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ഞാൻ ആർക്ക് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ഈ പരീക്ഷണം ഭഗവാനെ?